നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റി. തീരുമാനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയുടേത്. മല്ലികാർജുൻ ഖാർഗെയുടെ വിയോജിപ്പ് തള്ളി. കേരളത്തിന് ആശ്വാസം പകർന്ന് GST കൗൺസിൽ തീരുമാനം. 2 വർഷത്തേക്ക് 1% പ്രളയ സെസ് ഏർപ്പെടുത്താൻ അനുമതി. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തും. തീരുമാനം സ്വാഗതം ചെയ്ത് ധനമന്ത്രി തോമസ് ഐസക്. സിറോ മലബാർ സഭയിൽ പരാതി പരിഹാര സെൽ രൂപീകരിക്കാൻ സിനഡ് തീരുമാനം. സെല്ലിൽ അൽമായരെയും ഉൾപ്പെടുത്തും. സ്ഥാപനങ്ങളിലും മഠങ്ങളിലും സുരക്ഷിതമായി ജോലി സാഹചര്യം ഉറപ്പുവരുത്തും. തനിക്കെതിരെ നടക്കുന്ന വ്യക്തി അധിക്ഷേപങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് സിസ്റ്റർ ലൂസി. അയോധ്യ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. തീരുമാനം സുന്നി വഖഫ് ബോർഡിന്റെ എതിർപ്പിനെ തുടർന്ന് പുതിയ ബെഞ്ച് കേസ് 29-ന് പരിഗണിക്കും. ലാവലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി 6 ആഴ്ചത്തേക്ക് മാറ്റി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രം രചിച്ചു കേരളം ക്വാർട്ടറിൽ. നിർണായക മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെതിരെ നാടകീയ ജയം. തകർത്തടിച്ച് വിനൂപും സച്ചിനും സഞ്ജുവും. ഈ നിമിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ആണ് തീരുമാനം. B. ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സെലക്ഷൻ സമിതി യോഗത്തിൽ 2-1 ഭൂരിപക്ഷത്തിന്, അതായത് മല്ലികാർജുൻ ഖാർഗെയുടെ വിയോജിപ്പോടെ, നരേന്ദ്രമോദിയുടെയും ജസ്റ്റിസ് AK സിക്രിയുടെയും യോജിപ്പോടെ ഈ തീരുമാനം എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകൾ? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, സെലക്ഷൻ കമ്മിറ്റി യോഗം ഇത് ഏതാണ്ട് 2 മണിക്കൂറോളം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ അലോക് വർമ്മയ്ക്കെതിരായ CBCയുടെ അന്വേഷണ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 6 പേജ് ദൈർഘ്യമുള്ള ഈ CBC റിപ്പോർട്ടിൽ അലോക് വർമ്മയെ ഈ CBI സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് 10 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്ന്, ഈ മൊയ്ൻ ഖുറേഷി, അതായത് ഇറച്ചി വിൽപ്പനക്കാരനായിരുന്ന മൊയ്ൻ ഖുറേഷിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അതുമായി ബന്ധപ്പെട്ട ചില അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ചില അന്വേഷണത്തിന്റെ ഇടപെടലുകൾ, കേസുകൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി പണം കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് അലോക് വർമ്മയ്ക്ക് എതിരെ ഉള്ളത്. ഇത്തരം ചില അന്വേഷണങ്ങളിൽ ഇത്തരം ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്ന നിലപാടായിരുന്നു യോഗത്തിൽ ജസ്റ്റിസ് AK സിക്രി എടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് അലോക് വർമ്മയെ മാറ്റണമെന്ന നിലപാട് അദ്ദേഹം എത്തിച്ചേർന്നത്. ഈ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ സീസറിന്റെ ഭാര്യയെ പോലെ ഈ സംശയത്തിന് അതീതമായിരിക്കണമെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച അന്വേഷണം വേണമെന്നുമുള്ള നിലപാടാണ് ജസ്റ്റിസ് AK സിക്രി യോഗത്തിലെടുത്തത്. ഇങ്ങനെയാണ് ഈ ജസ്റ്റിസ് AK സിക്രിയും നരേന്ദ്രമോദിയും ഒരു നിലപാടിലെത്തുകയും, എന്നാൽ ഇതിനോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മല്ലികാർജുന ഖാർഗെയുടെ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തത്. അലോക് വർമ്മയിൽ നിന്ന് ഒന്നുകൂടി വിശദീകരണം തേടിയതിനു ശേഷം, അതായത് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദീകരണം തേടിയതിനു ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാവൂ എന്നായിരുന്നു മല്ലികാർജുന ഖാർഗെ എടുത്തിരുന്ന നിലപാട്. പക്ഷെ ആ നിലപാട് ന്യൂനപക്ഷ നിലപാടായി മാറുകയാണ് ഉണ്ടായത്. ഏതായാലും ഇന്നലെ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് ഈ അലോക് വർമ്മ, അതായത് CBI ഡയറക്ടർക്കെതിരെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് അപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും മറ്റുമുണ്ടെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിക്ക് അതിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അലോക് വർമ്മയെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇനി എന്തായിരിക്കും CBI ആസ്ഥാനത്തും അലോക് വർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 77 ദിവസത്തിന് നിർബന്ധിത അവധി ശേഷം ഇന്നലെ രാവിലെ ഈ CBI ആസ്ഥാനത്ത് എത്തിയതിനു ശേഷം അലോക് വർമ്മ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അസ്താനയ്ക്കെതിരെ, CBI സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അസ്താനയ്ക്കെതിരെ അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം തിരികെ കൊണ്ടുവന്നു. CBI ആസ്ഥാനത്തേക്ക് അവരെയൊക്കെ സ്ഥലം മാറ്റിയിരുന്നു. അവരെയൊക്കെ തിരികെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അലോക് വർമ്മ CBI ആസ്ഥാനത്തുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് ഇനിയുള്ള നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കോടതിയിൽ പോയാൽ സ്വാഭാവികമായും സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന്റെ ഈ കേസ് കേൾക്കേണ്ടത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വിരളമാണ്. ഇതിനിടെ അലോക് വർമ്മയെ DG പുതിയ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഫയർ സർവീസസിലേക്കും ഹോം ഗാർഡ്സിലേക്കുമാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. L. നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല, വീണ്ടും CBI ഡയറക്ടറെ താൽക്കാലിക ചുമതല നൽകുമെന്നാണ്
ലഭിക്കുന്ന വിവരം, പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള സെലക്ഷൻ കമ്മിറ്റി ഒന്നുകിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന വ്യക്തി, ഇവർ 3 പേരും കൂടെ ചേർന്ന് പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം വൈകാതെ തന്നെ ചേരുന്നതായിരിക്കും. വളരെ സുപ്രധാനമായ വാർത്തയാണ് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തത്. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു അലോക് വർമ്മയെ. 2 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ആ സ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ 2-1 എന്ന ഭൂരിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിയോജിപ്പ് തള്ളിക്കൊണ്ട് ജസ്റ്റിസ് AK സിക്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നെടുത്തിട്ടുള്ള തീരുമാനം. വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ മറ്റ് പ്രതിഫലനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് ദീപികയിൽ തനിക്കെതിരെ വന്ന മുഖപ്രസംഗത്തിൽ സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ. ലേഖനം തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിലാണെന്നും ലേഖനം എഴുതിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിസ്റ്റർ ലൂസി റിപ്പോർട്ടറോട് പറഞ്ഞു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ദീപിക പത്രത്തിലെ ലേഖനം. കത്തോലിക്ക സന്യാസം വീണ്ടും അപഹസിക്കപ്പെട്ടപ്പോൾ എന്ന തലക്കെട്ടിൽ നോബിൾ പാറയ്ക്കൽ ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിലാണ് സിസ്റ്റർ ലൂസിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം. പൊതുസമൂഹത്തിൽ ഈ കന്യാസ്ത്രീ സന്യാസത്തെ വീണ്ടും അപഹാസ്യം വിഷയമാക്കുമ്പോൾ യഥാർത്ഥ സത്യങ്ങൾ ആരും മറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് വിമർശനങ്ങൾ അത്രയും. പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ കത്ത് മാധ്യമങ്ങൾ നൽകിയത് തന്നെ സഭയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്നും ലേഖനത്തിൽ പറയുന്നു. ആ കത്തിന്റെ ഉള്ളടക്കവും സാരവും അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധ്യതയില്ലാത്ത ഒരു പൊതു ഇടത്തിലേക്ക് ചർച്ചയ്ക്ക് വെച്ചുകൊടുത്തത് തന്നെ ഇത്രയും കാലം തുടർന്ന അനുസരണക്കേടിന്റെ പര്യായമാണ് ലൂസിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. തനിക്കെതിരെ വന്ന ലേഖനം തന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിലാണെന്ന് സിസ്റ്റർ ലൂസിയുടെ പ്രതികരണം. അങ്ങേയറ്റം ഖേദകരമാണിത്. യഥാർത്ഥ സന്യാസി ജീവിതം നയിക്കുന്നവരുടെ മേൽ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ച് വിശ്വാസികളെ മുതലെടുക്കുകയാണ് ലേഖനത്തിന്റെ ലക്ഷ്യം. ലേഖനം എഴുതിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് സിസ്റ്റർ ലൂസി റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചു. ദീപികയുടെ ലേഖനകർത്താവ് വളരെ മോശമായിട്ട് എന്നെ വ്യക്തിപരമായി ഹത്യ ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് തികച്ചും അപലപനീയമാണ്, മാത്രമല്ല വളരെ ഖേദകരമാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള സന്യാസം ജീവിക്കുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള കരിവാരി തേച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ മുതലെടുക്കാം എന്നാണ് ഈ ലേഖനകർത്താവ് വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്താരീതി തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണമെങ്കിൽ എന്നെ ഇത്രമാത്രം മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സഭയിൽ പുരുഷ മേധാവിത്വമാണ് നിലനിൽക്കുന്നത്. താൻ ചെയ്തത് ശരിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, ന്യൂസ് ഡെസ്ക്. ഈ വിഷയത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ കെന്നഡി കരമ്പംകാലായിൽ, ഒപ്പം ശ്രീ ഷൈജു ആന്റണി എന്നിവർ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു. സിസ്റ്റർ ജസ്മിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ, കത്തോലിക്ക സന്യാസം വീണ്ടും അപഹസിക്കപ്പെടുമ്പോൾ എന്ന തലക്കെട്ടിൽ ഇന്ന് ദീപിക ദിനപത്രത്തിൽ വന്ന ലേഖനം യഥാർത്ഥത്തിൽ സുപ്പീരിയർ ജനറൽ താങ്കൾക്ക് തന്ന കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ വേറൊരു രൂപമാണ്. അതിൻ്റെ തന്നെ ഉള്ളടക്കം ഉൾക്കൊള്ളുന്നതാണ്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് താങ്കൾ അതിനുശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. സഭയുമായി ഒരു തുറന്ന പോരിലേക്ക്, നേർക്കുനേർ പോരിലേക്ക് നീങ്ങുകയാണോ? സഭ ആ ലേഖനത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ദീപിക പത്രത്തിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ എഡിറ്റേഴ്സിന്, ലേഖനകർത്താവിനും ഇതിന് അവരെനിക്ക് മറുപടി തരേണ്ടി വരും. കാരണം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സത്കർമ്മങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിന് വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് തന്നെ ഒരു പരിഹാസ്യമായിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. അതായത് ഒരു അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സമരപ്പന്തലിൽ സിസ്റ്റേഴ്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് മുതൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം പിന്നെ സന്യാസത്തിന് പരിഹാസമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത് സന്യാസത്തെ അനുകൂലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അത്തരത്തിൽ ആ സിസ്റ്റേഴ്സിന് വേണ്ടി, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്മനസ് കാണിക്കുന്നത്.
സിസ്റ്റർ ലൂസി, അവിടെ എനിക്കൊരു സംശയം വരുന്നത്, ഇന്നിപ്പോൾ ദീപിക ഇങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് താങ്കൾക്ക് 1-ാം തീയതി തന്നെ താങ്കളുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വന്നിരുന്നു. അതിൽ 9-ാം തീയതി, അതായത് ഇന്നലെ ഹാജരായി വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് അവർ, ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെടുന്നു. ആ വിശദീകരണം എന്തുകൊണ്ട് നൽകിയില്ല? വിശദീകരണം ഇതിപ്പോൾ തുടങ്ങിയതല്ലല്ലോ, ഇതിനും കുറച്ച് നാളായി. ആ സമരപ്പന്തലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ സന്യാസ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ മറ്റുള്ള ഫേക്ക് IDs ഉപയോഗിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിന് വ്യക്തമായ മറുപടിയും എനിക്ക് ആവശ്യമായ വിശദീകരണവും ചോദിച്ചുകൊണ്ട് ഞാൻ സഭയ്ക്ക് എഴുതിയിരുന്നു. ഈ മദർ ജനറലിന് വരെ എഴുതിയിരുന്നു, പ്രൊവിൻഷ്യലിനും. എനിക്കതിനുള്ള എൻ്റെ ആ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ആ ആവശ്യത്തിന് മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ഇതെല്ലാം വിശദീകരിച്ച് കൊടുക്കാൻ മാത്രം ഒരു തെറ്റും ചെയ്തു എന്ന് എനിക്കിതുവരെ ഒരു ബോധ്യം വന്നിട്ടില്ല. ഞാൻ ചെയ്തത് ശരിയായ ഒരു സമീപനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ സിസ്റ്റർ നോക്കൂ, മൂന്ന് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ ലേഖനം, അതല്ലെങ്കിൽ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നോട്ടീസ്. 3 തരത്തിലുള്ള പ്രശ്നങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് സഭ പറയുന്നത്. 1 അനുസരണക്കേട്, 2 ദാരിദ്ര്യവ്രതത്തിന്റെ ലംഘനം, 3 ഒതപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. ഈ 3 ആരോപണങ്ങൾക്ക് താങ്കൾ, ഒരു സന്യസ്തയായ വ്യക്തി ചെയ്തു എന്ന് പറയുന്ന ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണ്? അനുസരണക്കേട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് സന്യാസ ശ്രേഷ്ഠർ പറയുന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണ് ഞാൻ അനുവാദമില്ലാതെ ഞാൻ സമരപ്പന്തലിൽ കൊച്ചി വഞ്ചി സ്ക്വയറിൽ ചെന്നത്? അത് പിന്നെ തെറ്റാണോ? അത് തെറ്റല്ലല്ലോ. ഞാൻ മാത്രമല്ലല്ലോ അവിടെ എത്തേണ്ടിയിരുന്നത്. എൻ്റെ സന്യാസ സഭയിലെ മുഴുവൻ ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്ന കന്യാസ്ത്രീകളും അവിടെ എത്തേണ്ടിയിരുന്നു. കാരണം ഇത് കന്യാസ്ത്രീകളുടെ പ്രശ്നമായിരുന്നു. കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിന് കന്യാസ്ത്രീകളായിരുന്നു അണിനിരക്കേണ്ടിയിരുന്നത്. അവർ ചെയ്യാതിരുന്ന കൃത്യവിലോപം ഞാൻ ചെയ്ത് കൃത്യമായിട്ട് സൽകൃത്യമാണ്. അതിന് അനുസരണക്കേടെന്ന് പറയുന്നതിൽ അത് ഞാൻ അനുസരണക്കേടായിട്ട് കാണുന്നില്ല. പിന്നെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഞാൻ വർഷങ്ങൾ അപേക്ഷ വെച്ച് ചോദിച്ച് കാത്തിരുന്നിട്ടും നിഷേധിക്കപ്പെട്ടു. ആ നിഷേധം നടത്തിയ അവരാണ് കർത്താവിനോട് ചെയ്ത അനുസരണ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം, സുവിശേഷ പ്രഘോഷണം നടത്തി ജീവിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ്. ഞങ്ങൾ വ്രതവാഗ്ദാന ദിവസം അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം തന്നുകൊള്ളാം. എന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് നിഷേധിച്ചു? അവിടെ സിസ്റ്റർ ഒന്നു മാത്രമല്ല, ഈ ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തത് കേവലം ചെറിയൊരു കാര്യം എന്നുള്ള നിലയിലാണ് ഈ നോട്ടീസിൽ പറയുന്നത്. 2015 സ്ഥലം മാറ്റം നൽകിയെങ്കിലും താങ്കളത് സ്വീകരിച്ചില്ല. 1-ാമത്തെ കുറ്റമായി, അനുസരണക്കേടിൻ്റെ 1-ാമത്തെ കുറ്റമായി പറയുന്നു. അനുവാദമില്ലാതെ, സഭ അനുവാദം നൽകാതെ കവിതകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അനുസരണക്കേടിൻ്റെ 2-ാമത്തെ ഉദാഹരണം. അനുവാദം നിഷേധിച്ചിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. സന്യാസവ്രതം ലംഘിച്ച് സിസ്റ്റർ ഒരു വാഹനം വാങ്ങിച്ചു. അധികാരികളുടെ അനുവാദമില്ലാതെ വാഹനം വാങ്ങാൻ ലോൺ എടുത്തു. ഇത്രയധികം ആരോപണങ്ങൾ, അതല്ലെങ്കിൽ ഇതൊക്കെയാണ് അനുസരണക്കേട് എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? ഈ സ്ഥലം മാറ്റത്തെക്കുറിച്ച് ഞാൻ പറയാം. സ്ഥലം മാറ്റം ചില സാഹചര്യങ്ങളിൽ അന്യായമായ സ്ഥലം മാറ്റം, മാനസികമായി പീഡിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം അധികാര സ്ഥാനത്ത് നിന്ന് ലഭിക്കാറുണ്ട്. ഞങ്ങളെപ്പോലുള്ള സിസ്റ്റേഴ്സ് ചിലപ്പോൾ ഒത്തിരി പേര് അങ്ങനെയുള്ളതിനെ അഭിമുഖീകരിക്കാറുണ്ട്. ഞാൻ എൻ്റെ സന്യാസം ജീവിച്ചിട്ട് എനിക്ക് എത്രയോ ട്രാൻസ്ഫറുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാ ട്രാൻസ്ഫറുകളും ഞാൻ ട്രാൻസ്ഫർ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം, ഞാൻ അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പം എൻ്റെ സുപ്പീരിയർ ആയിരുന്ന ആൾക്ക് എന്നോട് വ്യക്തിവൈരാഗ്യം തോന്നി എന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കെണി ഉണ്ടാക്കി തന്ന ട്രാൻസ്ഫറാണ്. ആ ട്രാൻസ്ഫറിൽ 1 വർഷം കൊണ്ട് എന്നെ മാറ്റുകയാണ്. അപ്പോഴാണ് ഞാൻ വേണ്ടപ്പെട്ടവരോട് സംസാരിച്ചതാണ്. മദർ ജനറൽ അന്ന് സിസ്റ്റർ സിംഗ്ലെയർ FCC ആയിരുന്നു, അതുപോലെ അന്നത്തെ പ്രൊവിൻഷ്യൽ സ്റ്റെഫിനി ആയിരുന്നു. 2 പേരോട് ഞാൻ അന്നേ ദിവസം തന്നെ സംസാരിച്ച് പരിഹരിച്ച കാര്യത്തെയാണ് അവർ വീണ്ടും ലംഘനം, അനുസരണ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എനിക്കതിനോട് എന്താ പറയുക, അതിന് അത്തരത്തിലുള്ള അവരുടെ ആ കാഴ്ചപ്പാടിനെ
എന്നെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി എടുത്തിടുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഞാൻ നിഷേധിക്കുന്നു. ഈ ദാരിദ്ര്യവ്രതത്തിന്റെ ലംഘനം കൂടിയാണ് വാഹനം വാങ്ങിയത്. അങ്ങനെ സാധാരണഗതിയിൽ ഒരു സിസ്റ്റർ വാഹനം വാങ്ങാറില്ല, അതിനുള്ള അനുവാദമില്ല എന്നാണ് പറയുന്നത്. ഈ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും ഉണ്ട്. നല്ല ആരോപണങ്ങൾ തന്നെയാണ്. അതെല്ലാം ഞാൻ ചെയ്യേണ്ടി വന്നു, എൻ്റെ സ്വയം റിസ്ക് ചെയ്യേണ്ടി വന്നത് എന്നെ അതിലേക്ക് നയിച്ചതിൻ്റെ ഉത്തരവാദിത്വം, അതൊരു പാപമാണെങ്കിൽ ആ പാപത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല, എന്നെ അതിലേക്ക് നയിച്ച കന്യാസ്ത്രീകൾക്കാണ്. കാരണം ഞാനൊരു സഭയിൽ അംഗമാണെങ്കിൽ എനിക്ക് സർഗാത്മകമായ കഴിവുകൾ സുവിശേഷവത്കരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സഭ വാഗ്ദാനം ചെയ്തതാണ്. എന്നിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് എന്നെ നിഷേധിച്ചു, എൻ്റെ അവസരങ്ങളെ കൊന്നുകളയുന്നു, അതിനെനിക്ക് ഉത്തരം കിട്ടണം. ഈ വ്രതം സംബന്ധിച്ച് പറയുന്നത്, പണം സാധാരണഗതിയിൽ സിസ്റ്റേഴ്സ് അവരുടെ ദാരിദ്ര്യ വ്രതം എടുക്കുന്നതിന് ഭാഗമായിട്ട് ഈ കോൺഗ്രിഗേഷന് നൽകുകയാണ്. സിസ്റ്റർ 2017 ഡിസംബറിന് ശേഷം ശമ്പളം നൽകിയിട്ടില്ല, അതും ഇതാ ഒരു ആരോപണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ പത്രത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു വിശദീകരണം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഈ വ്രതം ലംഘിച്ചു, പണം നൽകിയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഏൽപ്പിച്ചിട്ടില്ല, ഒരു വർഷമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. പണം ഒന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊന്ന് പുസ്തക പ്രസിദ്ധീകരണം, ഒന്ന് ക്രിസ്തീയ ഭക്തിഗാന CD-യുടെ പ്രസിദ്ധീകരണം, പിന്നെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡിൽ വാങ്ങി ഉപയോഗിക്കുന്ന എൻ്റെ വാഹനം, ഇതിനൊക്കെ എനിക്ക് പണം ചിലവായി. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സന്യാസ ഭവനം എൻ്റെ വീട്ടിലാണ് എനിക്ക് ഇതിനുള്ള അവകാശമുള്ളത്. അത് നിഷേധിക്കപ്പെട്ടപ്പോൾ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ആ പൈസ അവരോട് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് തന്നെ അവർ നിഷേധിച്ചപ്പോൾ ഞാനത് സ്വയമായിട്ട് ചെയ്യേണ്ടി വന്നു. ശരി, മറ്റൊരു കാര്യം, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു, അവിടെ സഭയെയും കോൺഗ്രിഗേഷനെയും മോശമാക്കി എന്ന് മാത്രമല്ല അക്രൈസ്തവമായ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയും അവയ്ക്ക് അഭിമുഖങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് താങ്കളുടെ പാപമായി, അതല്ലെങ്കിൽ കടന്ന് താങ്കളെ വലിയ ഗുരുതരമായ ശിക്ഷാ നടപടികൾ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണമായി പറയുന്നത് ഇതൊക്കെയാണ്. അത്തരത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട് ഇപ്പോഴും അവരുടെ കണ്ണിൽ തിമിരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു നവീന കാലഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ അക്രൈസ്തവം മനുഷ്യരാണ് പ്രധാനം. അവിടെ ക്രൈസ്തവമെന്നും അക്രൈസ്തവമെന്നും വേർതിരിച്ച് കാണിക്കുന്നത് ശരിയല്ല. നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് എഴുതാൻ ഒരു ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ നിഷേധിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയുക, അതൊക്കെ അവരിലെ തന്നെ അല്പത്തത്വമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഫ്രാങ്കോ വിഷയത്തിൽ മാധ്യമങ്ങളുടെ അജണ്ടയുമായി സിസ്റ്റർ ചേർന്നു. മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു, അത് അവരുടെ റേറ്റിങ്ങിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒന്നായിരുന്നു. അതിന് അനുഗുണമായി പ്രവർത്തിച്ചു എന്നുകൂടിയുള്ള ഒരു ആരോപണം താങ്കളെക്കുറിച്ച് ഉന്നയിക്കുന്നുണ്ട്. ഈ ഫ്രാങ്കോ വിഷയത്തിലെ ഇടപെടൽ അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നോ? അത് ആരോട് പറയാനാ? നമ്മൾക്ക് കേരളം എന്ന് പറയുന്നത് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെ പഴിച്ചിട്ട് ഫ്രാങ്കോയുടെ തെറ്റില്ലാതെ ആകുമോ? കന്യാസ്ത്രീമാർ അണിയുന്ന വസ്ത്രത്തിനുള്ളിൽ കടന്ന് നിരന്തരമായിട്ട് അതിക്രമം കാണിച്ചിട്ട് അതിനെ തെറ്റല്ല എന്ന് ഫ്രാങ്കോ പക്ഷക്കാരോ അല്ലെങ്കിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെയോ നീചമായി അവഹേളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ സിസ്റ്റർമാരുടെ ദീനരോധനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഫ്രാങ്കോ ശിക്ഷിക്കപ്പെടണം. എന്തായാലും നല്ലൊരു സർക്കാർ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂട്ടറെ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ട്. അത് വിജയിക്കും. തെറ്റ് ലോകം അറിയും, ശിക്ഷിക്കപ്പെടും. തെറ്റുകൾ ഇനിയും തിരുത്തപ്പെടണം. ശരി, ഏതായാലും 8:15 വരെയായിരുന്നു എനിക്ക് അനുവദിച്ച സമയം. ഒരിക്കൽ കൂടി ഒരു 8:30-ക്ക് ശേഷം ഒരിക്കൽ കൂടി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സിസ്റ്ററെ മറ്റ് ചാനലുകൾക്കും അഭിമുഖം കൊടുക്കാനുണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് വീണ്ടും ഒരു ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ കെന്നഡി കരമ്പുംകാലായിൽ, നോക്കൂ, ഇന്നത്തെ കാലത്ത് പാപമായി കത്തോലിക്ക സഭ, ഒരു സന്യസ്തയുടെ പാപമായി കത്തോലിക്ക സഭ കാണുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു,
വണ്ടി വാങ്ങിച്ചു, വണ്ടി വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തു. ഇതൊക്കെ ഇത് 21-ാം നൂറ്റാണ്ടാണ്, ആളുകൾ കളിയാക്കില്ലേ? ഞാനതാ പറഞ്ഞത്, കത്തോലിക്ക സഭയെ സമൂഹ മധ്യത്തിൽ ഇളിപ്പിലാക്കിക്കൊണ്ട് വെറും എന്താ പറയുക ഒരു പരിഹാസപാത്രമാക്കിക്കൊണ്ട് ഒരു പരിഹാസ രൂപത്തിൽ സംസാരിക്കുക, അതും സംസാരിച്ചല്ല, നിങ്ങൾ കൊടുത്ത നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയിൽ കൊണ്ടുവരിക. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ അച്ചടക്കത്തെ അംഗീകരിക്കാത്തവർക്കാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, സഭയുടെ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പല കാര്യങ്ങളിലും അവർ അച്ചടക്കത്തെയാണ് ഖണ്ഡിക്കുന്നത്. അവരിലെ എന്താ പറയുക ഒരു ഏകദൈവ വിശ്വാസത്തെ പോലെ ഒരു തള്ളിക്കളയാണ്. അവർ വലിയ 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 വർത്താനങ്ങളാണ് പറയുന്നത്. അല്ല, അവരുടെ സംസാരം അഭിലാഷം ശ്രദ്ധിക്കഴിഞ്ഞിട്ടാണ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഒരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലൊരു സന്ദർഭത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടതല്ല. എൻ്റെ വിശ്വാസപരമായ ഒരു കാര്യത്തിൽ നിന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചത്. കാരണം അങ്ങനെ നിന്ന് സംസാരിക്കേണ്ട വിഷയമല്ല അത്. അതൊരു അവരുടെ സംസാരത്തിനകത്ത് അവർക്ക് കൊടുത്ത കത്തിൽ ക്രൈസ്തവം എന്നൊക്കെ പറഞ്ഞത് അവർ കളിയാക്കുന്നത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അവർ അതിന്റെ ഗൗരവം അവർക്കറിയാം. ഇതൊന്നുമല്ല വിഷയം. മാധ്യമങ്ങൾക്ക് ക്രൈസ്തവം എന്നൊക്കെ ഉണ്ട്. ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ ഈ ക്രൈസ്തവരുടെ ശാലോമിലോ അതല്ലെങ്കിൽ സത്യദീപത്തിലോ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ നിയമമുണ്ടോ? ഞാൻ അതല്ലേ പറഞ്ഞത്. നിയമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് മതങ്ങൾക്ക്, അതാത് സംവിധാനങ്ങൾക്ക് അതാതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കാമെന്ന് 2 സാക്ഷികളടക്കം എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം പിന്നെ എന്തിനാ ഇവർ കിടന്നുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത്? ഇവരുടെ പറയുന്നത് ഒന്നും തെറ്റാണെന്ന് ഞാനോ ആരും പറയുന്നില്ല. ഇപ്പോൾ അവരിലെ ഒരു റാഷണലിസ്റ്റ് വ്യക്തിത്വമാണ് സംസാരിക്കുന്നത്. അവര് സഭാവസ്ത്രം ഇട്ടോട്ട് യുക്തിവാദമാണ് സംസാരിക്കുന്നത്. ദൈവനിഷേധവും ഇല്ല. കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറയുന്നു. കാരണം അവരത് പറയണം. കാരണം എന്താണ്, അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾക്കുള്ള മറുപടി അവർ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടെ എവിടെയാണ് യുക്തിവാദം, എവിടെയാണ് ദൈവനിഷേധം? ഒന്നുമില്ല. അവരനുഭവിച്ച കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഇത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലല്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഏറ്റവും ഗൗരവമായ ഒരു കുറ്റമാണ് ആ പറഞ്ഞത്. അത് സഭ നിയമപ്രകാരം ഏറ്റവും പാതകമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫലം പുറകെ വന്നോളും. ഇപ്പൊ ഈ പരിഹരിച്ചത് ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ഷൈജു ആന്റണി, ഒന്ന് ഏത് സംഘടനയായാലും ഏത് ഇടത്താണെങ്കിലും അതിലെ അംഗങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയാനുള്ള വേദികളുണ്ട്. വിശദീകരണം ചോദിക്കുക, അച്ചടക്ക നടപടി എടുക്കുക, ഇതൊക്കെ എല്ലാ സംഘടനകളിലും എല്ലാ ബോഡികളിലും ഉള്ളതാണ്. ഇവിടെ ഈ സിസ്റ്ററോട് ചില കാര്യങ്ങൾ സഭ ആരായുമ്പോൾ ഇവർ ഈ പുറത്ത് ചാനലിലോ പത്രത്തിലോ പറയുന്നതിന് മുൻപ് സഭയോട് അവരുടെ അഭിപ്രായം പറയേണ്ടിയിരുന്നില്ലേ? തീർച്ചയായിട്ടും സഭയോട് അവരുടെ അഭിപ്രായം പറയേണ്ടതായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് വിരോധമുണ്ടായ കാര്യങ്ങൾ മുഴുവനും അവരുടെ മദർ ജനറൽ വിളിച്ചെങ്കിൽ നേരിട്ട് മദർ ജനറലിൻ്റെ അടുത്ത് ചെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും അതിൽ നിന്ന് മാറിപ്പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവരുടെ അഭിപ്രായങ്ങളിൽ പലതിനോടും ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ചില പ്രവർത്തികളോട് പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം നമ്മളിവിടെ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അഭിലാഷ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങളൊന്നും ഇന്നലെയോ മിനിഞ്ഞാന്നോ നാലെന്നാളോ ഉണ്ടായതല്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങളും. ഇതൊന്നും ഇന്നലെ ഇന്നും മിനിഞ്ഞാന്നുമായിട്ട് ഉണ്ടായ കാര്യങ്ങളൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നോട്ടീസ്? എന്തിനാണ് ഇങ്ങനെ ഒരു നോട്ടീസിൻ്റെ ആവശ്യം? ആ നോട്ടീസിനകത്ത് കൃത്യമായി പല കാര്യങ്ങളും ഇതിനു മുമ്പ് സംസാരിച്ച് തീർത്ത കാര്യങ്ങളാണ്. ആ സിസ്റ്റർ ലൂസിയോട് ചോദിച്ചാൽ പറയും. ഇതിനു മുമ്പ് പല കാര്യങ്ങളും സിസ്റ്റർ ലൂസിയുടെ മദർ ജനറലുമായി സംസാരിച്ച് തീർപ്പാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ വീണ്ടും 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 ഉന്നയിക്കുകയാണ്. ഒരു വലിയൊരു കുറ്റപത്രം തയ്യാറാക്കി ഈ സമയത്ത് എന്തിനു കൊണ്ടുവരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ സമയത്ത് കൊണ്ടുവരിക? ഇനി കുറ്റപത്രം തയ്യാറാക്കി കൊണ്ടുവരൽ മാത്രമല്ലല്ലോ, ഇന്ന് വരെ അങ്ങനെ ഒരു കുറ്റപത്രം വന്ന് 2-ാം ദിവസമോ 3-ാം ദിവസമോ ദീപിക പോലെ ഒരു പത്രത്തിൽ ഇത്രയും വലിയൊരു ആർട്ടിക്കിൾ എഴുതി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആർട്ടിക്കിൾ വരിക? ഇനി പോട്ടെ, ഈ ആർട്ടിക്കിളിൽ എന്താണ് പറഞ്ഞു വെച്ചത്? ആ ആർട്ടിക്കിൾ എഴുതിയ ലേഖനകർത്താവ് നിരന്തരമായി ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞത് വൈദികർക്ക് ബ്രഹ്മചര്യവ്രതം ബാധകമല്ലെന്നാണ്.
വൈദികർക്ക് ബ്രഹ്മചര്യ വ്രതം ബാധകമല്ല. വൈദികർക്ക് വൈദികർക്ക് നല്ല, സോറി ക്ഷമിക്കണം, പുരോഹിതർക്ക് അത് ബാധകമാകണമെന്നില്ല. സന്യാസമുള്ളവർക്ക് മാത്രമേ ബാധകമാകുള്ളൂ എന്നാണ്. അത് ഒന്നാമതേ അത് തെറ്റാണ്. അതിനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്നത് മൊത്തം തെറ്റ്. എന്തിനാണ് കൊണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു ലേഖനം എഴുതിയതെന്ന് അറിയാമോ? ഈ സാഹചര്യത്തിൽ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ സിനഡ് നടക്കുകയാണ്. സിനഡ് നടക്കുന്ന സാഹചര്യത്തിൽ സിനഡിനെ കുറിച്ചുള്ള ചർച്ചകൾ വരേണ്ട സകല മനുഷ്യരും മറ്റെന്തിനെയോ കുറിച്ച് ചർച്ച ചെയ്യണം. കത്തോലിക്ക സഭയിലെ വളരെ പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങൾ പുറകിലിരുന്ന് ആലോചിച്ച് അവരെടുത്തൊരു കാര്യം, അല്ലാതെ സിസ്റ്റർ ലൂസി ഒരു ബലിയാട് മാത്രമാണ്. ശരി, ഞാൻ വരാം. സിസ്റ്റർ ജസ്മി ടെലിഫോൺ ലൈനിൽ. സിസ്റ്റർ ജസ്മി, 100,000 കാര്യങ്ങളാണ് സിസ്റ്റർ ലൂസിയുടെ അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് പറയുന്നത്. അത് മിക്കവാറും എണ്ണം വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. വാഹനം വാങ്ങിച്ചു, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു, അതുപോലെ തന്നെ ലോൺ എടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ പറയുന്നു. അക്രൈസ്തവമായ മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. ഇത് സിസ്റ്റർ ലൂസിയെ പോലെ ഒരാളെ എടുത്ത് കളയുന്നതിന് മുന്നോടിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അനുസരണ വ്രതം ആണ് സഭയിലെ ഏറ്റവും ഒരു ചുറ്റിക പോലെ അല്ലെങ്കിൽ ഒരു ശിക്ഷാ ഉപകരണമായി ഉപയോഗിക്കുന്ന ഒരു സംഗതി. അനുസരണം ചെയ്തു കഴിഞ്ഞ് ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ക്ഷമിക്കപ്പെടും. അനുസരണം തെറ്റിച്ചാല് പിന്നെ ആ ആള് ബലിയാട് തന്നെയാണ്. ഇവിടെ സിസ്റ്ററുടെ പണ്ടുകാലം തുടങ്ങി സിസ്റ്റർ ചെയ്തിട്ടുള്ള അനുസരണക്കേടുകളാണ് എടുത്തിരിക്കുന്നത്. അതിന് സിസ്റ്റർ ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ അന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ട്, ഇളവ് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ചെയ്തിട്ടുള്ള തെറ്റുകൾ എണ്ണി എണ്ണി പറയുകയാണ്. മൂല്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ ജീവിക്കുന്നുണ്ടോ, സന്യാസ മൂല്യങ്ങൾ ജീവിക്കുന്നുണ്ടോ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ അനുസരണം തെറ്റിച്ചോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നോക്കിയിട്ട് ഞാൻ സഭയിലായിരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അനുസരണ വ്രതം ഞാൻ തെറ്റിച്ചിട്ടില്ല. അത് ഞാൻ വളരെ ബുദ്ധിപൂർവം, ഞാൻ ഏത് കാര്യത്തിലും ഒരൊറ്റ കാര്യം അവർക്ക് ചൂണ്ടിയിട്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു സിസ്റ്റർ ലൂസി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ സിസ്റ്റർ പറയുന്നത് പഴയ കാര്യങ്ങളാണ്, അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പൊ എടുത്തു പറഞ്ഞാല് ഏറ്റവും വലിയ പാതകം പോലെയാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പോ വാട്സാപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ഒരാള് ബ്രഹ്മചര്യം തെറ്റിച്ചാൽ അത് പാപമല്ല, മറ്റ് ഭൂമി വിറ്റാല് അത് പാപമല്ല, എന്ത് അന്യായമായ പ്രവൃത്തികൾ ചെയ്താൽ അതൊന്നും പാപമല്ല, പക്ഷെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചു 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 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു പരിഹാസത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വാട്സാപ്പ് സന്ദേശങ്ങൾ നടക്കുന്നുണ്ട്. പരിഹസിക്കുകയാണ്. കാരണം വലിയ വലിയ മൂല്യങ്ങൾ തെറ്റിക്കപ്പെടുന്നവരെ സംരക്ഷിക്കുകയും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ്, പ്രത്യേകിച്ച് അനുസരണത്തിന്റെ കാര്യത്തിൽ ഇത് അവിടെ സിസ്റ്റർ ജസ്മി, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ സഭയെ അലോസരപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വിഷയമല്ല. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് 2015-ലാണ്. അത് ആ ദിവസം തന്നെ പറഞ്ഞ് പരിഹരിച്ചതുമാണ്. അപ്പൊ ഇപ്പോ യഥാർത്ഥത്തിൽ ഇത് ഉന്നയിക്കുന്നത് വഞ്ചി സ്ക്വയറിൽ നടന്ന സേവ് അവർ സിസ്റ്റേഴ്സിന്റെ പ്രക്ഷോഭ പരിപാടിയിൽ തിരുവസ്ത്രമിട്ട ഒരു കന്യാസ്ത്രീ പങ്കെടുത്ത് അതിന് പിന്തുണ നൽകിയിരിക്കുന്നു. ഫ്രാങ്കോ മുളക്കലിനെതിരായ മൂവ്മെന്റിന് ഒരു കന്യാസ്ത്രീയുടെ കൂടെ പിന്തുണ, അവിടെ സമരമിരുന്ന കന്യാസ്ത്രീക്ക് പുറമെ മറ്റൊരു രൂപതയിൽ നിന്നുള്ള കന്യാസ്ത്രീയുടെ കൂടെ പിന്തുണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പുറകിൽ അല്ലേ നമുക്ക് കാണാൻ കഴിയൂ? തീർച്ചയായും ഈ ഒരു പ്രശ്നം, ഗുരുതരമായ പ്രശ്നം, അത് മാത്രം ഉന്നയിച്ചാൽ ജനം സിസ്റ്റർ ലൂസിയുടെ പക്ഷത്ത് നിൽക്കും. അപ്പൊ പിന്നെ അവർക്ക് പറയാൻ പറ്റാത്ത, അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, പഴങ്കഥകൾ എടുത്ത് നിരത്തിയിട്ട് സിസ്റ്ററെ കുറ്റാരോപിതയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു തമാശയാണ്. കാരണം അവർക്ക് ഏറ്റവും അവരുടെ കുരു പൊട്ടിയിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോന്റെ കാര്യത്തിലാണ്. പക്ഷെ അത് അവർക്ക് പറഞ്ഞാൽ അവർ ജയിക്കില്ല, അല്ലെങ്കിൽ ജനം മനസ്സിലാക്കില്ലെന്ന് ഇതിനു മുൻപ് ഒരു ശിക്ഷാ നടപടിക്ക് കടന്നപ്പോ അത് അവർ മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഇനി സന്യാസിനി എന്ന നിലയിൽ സിസ്റ്റർ ചെയ്ത കുറ്റങ്ങളൊക്കെ നിരത്തി അവരുടെ ടാർഗറ്റ് സിസ്റ്റർ ലൂസി ആകാൻ കാരണം ബിഷപ്പ് ഫ്രാങ്കോന്റെ കാര്യത്തിൽ സിസ്റ്റർ പുറത്തിറങ്ങി ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ് എത്തി നിൽക്കുന്നത്. ശ്രീ കെന്നഡി കരിമ്പുംകാല, ഈ പീഡനാരോപണ വിധേയനായിരിക്കുന്ന ഫ്രാങ്കോ മുളക്കലിനെ കാണാൻ പോയിട്ടുള്ള വൈദികരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ട്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, അവർ യാതൊരു അച്ചടക്ക ലംഘനവും നടത്തിയിട്ടില്ല, അവരൊരു ഹാനിയും സഭയ്ക്ക് വരുത്തിയിട്ടില്ല. അതേസമയം
ഈ സിസ്റ്റർമാരോടൊപ്പം സമരം ചെയ്ത കന്യാസ്ത്രീമാരോടൊപ്പം സമരം ചെയ്ത സിസ്റ്റർ ലൂസി ഇത് ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് പോലും മഹാ അപരാധമായി മാറിയിരിക്കുന്നു. ഒരു വിഷയത്തിന് പിന്തുണ നൽകിയതിന്റെ പേരിൽ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് എന്തുണ്ട് ഇതിൽ? ഞാൻ എന്താണെന്നറിയോ, എനിക്കൊരു 2 മിനിറ്റ് തരണം. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേര് ഫ്രാൻസിസ് എന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പേരെടുക്കാൻ കാരണം? അങ്ങനെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രാൻസിസ്കൻ സഭക്കാരനല്ല, ഈശോ സഭക്കാരനാണ്. അദ്ദേഹം ഈ ഫ്രാൻസിസ്കൻ സഭയിലെ ഈ പേരെടുത്തത് ആ മൂല്യം ആ മൂല്യത്തിന് അത്രയും ഇന്നത്തെ ഈ ലോകത്ത് ഈ കാലഘട്ടത്തിലെ അതിൻ്റെ ആ മൂല്യം ജനത്തിന് കൂടുതൽ ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പേരെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഓരോ പ്രസ്താവനകളിലും ഓരോ രീതികളിലും നോക്കിയാൽ കാണാം, പുരോഹിതർ കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കരുത്, കഴിയുന്നതും കാറുകൾ ഏറ്റവും കുറഞ്ഞതായിരിക്കണം, അങ്ങനെ ഏറ്റവും ദാരിദ്ര്യത്തിലേക്ക് പറയുമ്പോൾ ഈ ലൂസിയുടെ 2-3 ദിവസത്തെ ഇൻ്റർവ്യൂ ഒന്ന് ഈ പല മാധ്യമങ്ങളുടെയും ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാലം മാറിയില്ലേ, ഞങ്ങൾക്ക് മൊബൈൽ വേണ്ടേ, ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വേണ്ടേ, ലാപ്ടോപ്പ് വേണ്ടേ, AC വേണ്ടേ? അങ്ങനെയുള്ളവർ ഈ വ്രതവാഗ്ദാനം കൊടുത്ത് ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു സാധനമല്ല ഈ പറയുന്ന സന്യാസ സഭ. ഞാൻ ആദ്യം ഈ ഫ്രാൻസിസ്കൻ സഭ എന്ന് പറയുന്നത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭ FCC അതിനകത്ത് ചേർന്നപ്പോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചേർന്നത്. ഇവര് മാത്രമല്ല, 7000-ഓളം അംഗങ്ങളുണ്ട് ഈ സഭയിൽ. ഇവര് മാത്രമല്ല, ഒരു ഡോക്ടർ സിസ്റ്റേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ് സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഇവരെക്കാളൊക്കെ ശമ്പളം ഉള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അവർ മുഴുവൻ ഈ സഭയിലേക്ക് ഇത് കൊടുക്കുമ്പോൾ അവരൊക്കെ എന്താ വിഡ്ഢികളാണോ? അവർ ഏതെങ്കിലും ഒരു തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഈ ഷൈജു ഒക്കെ പോകുമായിരിക്കും, അഭിലാഷം പോയി കാണും. ഭ്രാന്താശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തന്മാരാരെങ്കിലും ഭ്രാന്തുണ്ടെന്ന് പറയുമോ? ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഭ്രാന്തുണ്ടെന്നാ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഏതാണ്ട് അതുമാതിരി ഒരു വർത്താനമാണ്. നോട്ടീസ് കൊടുത്ത കന്യാസ്ത്രീ തെറ്റ്, അച്ഛന്മാർ തെറ്റ്, സഭ തെറ്റ്, ലോകത്തെല്ലാവരും തെറ്റ്, അവര് മാത്രം ഒരു വലിയ ശരി. അല്ല, അവരുടെ ശരി അവര് പറയട്ടെ. ഇവിടെ വളരെ തമാശയാണ് കാര്യങ്ങൾ. ഈ ഫ്രാൻസിസ് അസീസിയുടെ മൂല്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയട്ടെ, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലും ബെൻസിലും പോകുന്ന പിതാക്കന്മാരുടെ കാര്യമോ, ഓരോ ബിഷപ്പിന്റെ കാറിന്റെ ഇനം പറയട്ടെ, പേര് പറയട്ടെ. പണ്ട് രഞ്ജി പണിക്കർ ഒരു സിനിമയിൽ പുരോഹിതന്മാരോ ഒരു സിസ്റ്റർ കാർ വാങ്ങിയതാണോ പ്രശ്നം? അവരുടെ കാർ ഏതാ? ഞാൻ പറയട്ടെ, ഇതൊരു സന്യാസ സഭയാണ്. പുരോഹിതനുണ്ട് സന്യാസ സഭയിൽ. ഈശോ സഭ എന്ന് സന്യസ്തരാണല്ലോ ബിഷപ്പുമാരാവുന്നത്. ഇതാണ് ഇന്നിവിടെ പറഞ്ഞു വച്ചത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പുരോഹിതരുടെ കാര്യത്തിൽ അവര് ഈ വ്രതവാഗ്ദാനം ഇങ്ങനെ പറയുന്നെങ്കിലും എഴുതി കൊടുക്കുന്ന രീതിയിലല്ല പുരോഹിതനാകാൻ കഴിയും. ഞാൻ സമർപ്പിക്കുന്ന ആയിക്കോട്ടെ, എന്റെ ചോദ്യം സിമ്പിൾ ആണ്. ഈ സഭയിൽ സന്യസ്തർക്കല്ലേ പുരോഹിതനാകാൻ കഴിയൂ? തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അയാൾ ആത്യന്തികമായി സന്യാസിയാണ്, സന്യസ്തനാണ്. സന്യസ്തനല്ലാത്ത ഒരു പുരോഹിതനില്ല, സന്യസ്തനല്ലാത്ത ഒരു ബിഷപ്പുണ്ടോ? ഈ പൊതുസമൂഹത്തിന് ഇവർ ഈ പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും അടിസ്ഥാനപരമായി അറിയില്ല. അതുകൊണ്ട് ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിനകത്ത് ഓരോ കോൺഗ്രിഗേഷനും ഓരോ സെപ്പറേറ്റ് നടപടികളുണ്ട്. ഇത് ഷൈജുവിന് അറിയാം, ഷൈജു പറയില്ല. കാര്യം ആടിനെ പട്ടിയാക്കട്ടെ. കോൺഗ്രിഗേഷനിൽ ഈ പറഞ്ഞതൊക്കെ പാതകങ്ങൾ തന്നെയാണ്, മുഴുവൻ തെറ്റ് തന്നെയാണ്. ഇവര് ഈ SOSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ആ കോൺഗ്രിഗേഷനിലെ മേലധികാരികളെ കബളിപ്പിച്ചിട്ടാണ്. ഇവര് തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞ സമരത്തിൽ വന്ന് ഇത് നിങ്ങളാ വിളിച്ചേ. ആ ഒരൊറ്റ കാര്യം മതി എടുത്ത് കളയാൻ. ഇവിടെ SOSന്റെ പേര് പറയുന്നത് ഒരു പരിവേഷം കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാര്യം എന്താണെന്നറിയാമോ? SOSന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കന്യാസ്ത്രീക്ക് നടപടി എടുക്കണമെങ്കിൽ ഇവരെക്കാൾ 10, 20 അല്ലെങ്കിൽ 100 ഇരട്ടി ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അനുപമയാണ്. അവർക്കെതിരെ സഭ എന്തെങ്കിലും ഒരു നോട്ടീസ് കൊടുത്താൽ എനിക്കറിയില്ല. അവിടെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് 8-10 അവിടെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് 8-10 പുരോഹിതർ വന്നു.
ആർക്കെങ്കിലും ഒരു നോട്ടീസ് കൊടുത്താൽ എനിക്കറിയില്ല. അല്ല, ഇവിടുത്തെ അപ്പൊ ഇവര് എരന്ത് മേടിച്ചതായിരുന്നു. അല്ല ഇവിടുത്തെ ചുമ്മാതിരിക്കേണ്ട- ഇവിടെ പുരോഹിതർക്കെതിരെ നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അവർക്ക് കുറച്ചുകൂടി ശക്തിയുണ്ട്. അവിടെ സിസ്റ്റർ ലൂസി കുറെ കൂടി ദുർബലയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാത്തത് അവർ കുറെ കൂടി താരതമ്യേന എന്തെങ്കിലുമൊക്കെ പറയല്ലേ. കവലച്ചന്ത പോലും അവരെ ഇരുത്താനുള്ള അച്ഛനൊക്കെ അവർക്കില്ല. അവർ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ചോദ്യം ചെയ്യുക. സംസാരിച്ചിട്ടില്ല കന്നഡ. ഇത്തരം കാര്യങ്ങളെയൊക്കെ സഭയ്ക്കെതിരല്ലേ? ശരി, ഓക്കെ, അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. പറയൂ ഷൈജു ആന്റണി, പറയൂ. അഭിലാഷ്, ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം ഈ പറഞ്ഞു വെക്കുന്നത് മൊത്തം ആകെ കൂടി വെറുതെ അതും ഇതുമൊക്കെ പറയാണ്. ഒന്ന്, എവിടെയാണ് വ്രതവാഗ്ദാനം ചെയ്യാത്ത ഒരു വൈദികൻ ഉണ്ടാകുന്നത്? ഇടവക വൈദികർക്ക് ദാരിദ്ര്യവ്രതമില്ല എന്നൊരൊറ്റ കാര്യം പറയാനാണ് ഈ കന്നഡ ചേട്ടൻ ഈ പാട് മുഴുവൻ അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇടവക വൈദികർക്ക് ദാരിദ്ര്യവ്രതമില്ല എന്നൊരൊറ്റ കാര്യം പറയാനായിട്ട് പറയുന്ന, ഞാനത് പറഞ്ഞു തീർക്കട്ടെ. കന്നഡ ചേട്ടന് പറയാൻ ഞാൻ ആവശ്യത്തിന് സമയം തന്നു, ദയവേദം ഉണ്ടായിരിക്കാം. ഇനി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് മുഴുവനും. എന്താണ് ദാരിദ്ര്യവ്രതം? ദാരിദ്ര്യവ്രതം എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതാണ്. എവിടെയാണ് സിസ്റ്റർ ലൂസി സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കിയത്? സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മുഴുവൻ വൈദികരും പറയുന്നത് ഞങ്ങൾക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കാം, ഇവിടെ ഭൂമി കുംഭകോണം നടത്താം, ഒരു കുഴപ്പമില്ല. വ്യാജ പട്ടയത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത്രമാത്രം വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇഷ്യൂ, ബിഷപ്പ് ഫ്രാങ്കോയുടെ ഇഷ്യൂവും ഭൂമി കുംഭകോണമാണ്. ആ ഭൂമി കുംഭകോണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വ്യാജ പട്ടയം ഉണ്ടാക്കി ഭൂമി കുംഭകോണം നടത്തിയിരിക്കുന്നു. അതൊന്നും ഇവിടെ വലിയ പ്രശ്നമല്ലല്ലോ, അതൊന്നും വലിയ ചർച്ചയല്ലല്ലോ. അപ്പം എന്താണ് ചർച്ച ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ ചർച്ചയിൽ നിന്ന് മാറ്റി എന്താണ് ദാരിദ്ര്യവ്രതം? ഈ പറയുന്ന സിസ്റ്റർ ലൂസി ഉടുപ്പ് മാറി വന്നതാണോ? സിസ്റ്റർ ലൂസി ഒരു ചുരിദാർ ഇട്ടതാണോ? അല്ലെങ്കിൽ സിസ്റ്റർ ലൂസി ഒരു ബൈബിൾ പാട്ടുകളുടെ ഒരു CD പ്രകാശിപ്പിച്ചതാണോ? ഇതൊക്കെയാണോ ദാരിദ്ര്യവ്രതത്തിനെതിര്? അങ്ങനെയല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളെ ഇവിടെ പൊലിപ്പിച്ച് കാണിക്കുകയാണ്. എന്ത് ദാരിദ്ര്യവ്രതം പറയാൻ പറ്റും? എന്തിനു വേണ്ടിയിട്ടാണ് സ്വകാര്യ സ്വത്തുക്കൾ ബിഷപ്പുമാരുണ്ടാക്കുന്നത്? ശരി, എന്തിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള വൈദികർക്ക് ഇത്രയധികം സ്വകാര്യ സ്വത്തുക്കൾ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? അത് ഗൗരവമുള്ള പോയിന്റാണ്. സിസ്റ്റർ ജസ്മി, ഇന്ന് ദീപിക ലേഖനത്തിന്റെ ഒരു പൊരുളും ഇത് തന്നെയാണ്. സന്യസ്തരെ, വ്രതവാഗ്ദാനമുള്ളവരെ രണ്ടായി കാണണം. പുരോഹിതർക്ക് ഈ പറയുന്ന ദാരിദ്ര്യവ്രതമില്ല. അതുകൊണ്ട് അവർക്ക് ഒരു പള്ളി വികാരി നടക്കുന്നത് മാതിരി, അല്ലെങ്കിൽ പള്ളി വികാരി കാര്യങ്ങൾ ചെയ്യുന്നത് മാതിരി ഒരു കന്യാസ്ത്രീക്ക് പറ്റില്ല എന്നുള്ളതാണ് അതിലാകെ പറഞ്ഞു വെക്കുന്നത്. ഈ നിലയ്ക്കുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ക്ലർജിയിലുണ്ട്, പൗരോഹിത്യത്തിലുണ്ട്, അതല്ലെങ്കിൽ ഈ മതത്തിന്റെ പ്രധാനപ്പെട്ട കാലാൾപ്പടയിലുണ്ട് എന്നുകൂടി തുറന്നു പറയുകയല്ലേ സഭ ഇപ്പോ? ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. പുരുഷ മേധാവിത്വം തന്നെയാണ് അത്. സമൂഹത്തിലുള്ളതിനേക്കാൾ ഒരു 100 ഇരട്ടി കൂടുതലാണ് സന്യസ്ത സഭയിലെ. ഈ വൈദികർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈദികർ മാത്രമല്ല, സന്യാസികളായിട്ടുള്ള വൈദികരും വസ്ത്രത്തിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. പാൻസും ഷർട്ടും ഇട്ടിട്ടും ജീൻസും ഷർട്ടും ഇട്ടിട്ടും ഒക്കെ അല്ലേ അവര് നടക്കാറ്. മറ്റേ വൈദികരെ എന്താണ് ഇടവക വികാരികൾ ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്നല്ലല്ലോ സിസ്റ്റർ ഇപ്പൊ ചുരിദാർ മാറിയപ്പോ സിസ്റ്റർ പറഞ്ഞത്. അച്ഛന്മാർക്ക് കാസക്ക് ഇടാതെ ഇഷ്ടം പോലെ ആ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാസക്കിൽ കാണാറേയില്ല, പൗരോഹിത്യ വേഷത്തിൽ കാണാറേയില്ല. അത് സന്യസ്തരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോ ആരംഭിച്ച ഫ്രാൻസിസ്കൻ വൈദികരുടെ സഭയിൽ വളരെയേറെ പരിഷ്കാരങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും. ഞാൻ കേട്ടത് അവിടെ ആശ്രമം മുഴുവൻ AC ആണെന്നാണ്, ഫുൾ AC. അവിടെ ചെന്ന പോലീസുകാര് അത്ഭുതപ്പെട്ടു പോയി, ഇത് ഒരു സന്യാസ ഭവനമാണോ എന്ന്. അരമനയിൽ ചെന്നപ്പോഴും അതുപോലെ ഈ സന്യാസ ഭവനത്തിലും. അപ്പോ ഫ്രാൻസിസ്കൻ എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യവ്രതം വേണം എന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് ഫ്രാങ്കോ ഉണ്ടാക്കിയ ഫ്രാൻസിസ്കൻ അച്ഛന്മാരുടെ അവിടെ ലെവലേശം ദാരിദ്ര്യവ്രതമില്ല. അത് പുരുഷന്മാരാണല്ലോ അല്ലെ? അപ്പൊ ഇത് തന്നെ പോരെ ഒരു ഡിസ്ക്രിമിനേഷൻ മനസ്സിലാക്കാനായിട്ട്?
അപ്പോൾ ഈ ഫ്രാൻസിസ്കൻ സഭയിൽ ദാരിദ്ര്യവ്രതമുണ്ട്, ദാരിദ്ര്യം എന്റെ മണവാട്ടിയാണെന്നാണ് സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞത്. പക്ഷെ അതിന്റെ സഭകളൊന്നും അത് ചെയ്ത് നമ്മൾ കാണുന്നില്ലല്ലോ. കാറുകളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, മാർപ്പാപ്പ പറഞ്ഞത് വളരെ വില പിടിച്ച ആഡംബരപൂർവമായ കാറുകൾ നിങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. ആവശ്യത്തിനുള്ള കാറുകൾ, ഇന്ന് കാറ് ഒരു അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാറ് വാങ്ങിയിട്ടില്ല, ഞാൻ സന്യാസത്തിലായിരിക്കുമ്പോഴും ഇപ്പോഴും വാങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു കാറ് അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റർ, ഈ വക കാര്യങ്ങളൊക്കെ ഇന്ന് അത്യാവശ്യമാണ്. തീർച്ചയായും എന്ന് മാത്രമല്ല, ഇവിടെ സിസ്റ്റർ ജസ്മി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സിസ്റ്റർ ലൂസി വ്യക്തമാക്കുന്ന ഒരു കാര്യം, ആ കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മഠത്തിന്റെ പോർച്ചിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഠത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള കാറാണ്, അവർക്ക് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനായിട്ട് വാങ്ങിയിട്ടുള്ള കാറിൽ അതൊരു ഒരു യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടിയിട്ടുള്ള വാഹനം കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം കാണണം. അതൊരു കന്യാസ്ത്രീ സ്വകാര്യ സ്വത്ത് സമാഹരിച്ചതായി കാണാനും കഴിയില്ല. ശ്രീ കെന്നഡി കരിമ്പംകാല അതിൽ ഏത് നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ആലോചിക്കണ്ടേ? ഫ്രാൻസിസ് അസിസിയുടെ കാര്യം പറയുന്നു, ശീതീകരിച്ച പള്ളിക്ക് ജലന്ധർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ആഡംബരമാണ് എങ്കിൽ അത് സ്ത്രീകൾക്ക് മാത്രം ബാധകമാണോ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കേവലമായി ഒരു സിസ്റ്ററെ, കൃത്യമായി നിലപാട് പറഞ്ഞ ഒരു സിസ്റ്ററെ ടാർഗറ്റ് ചെയ്യാണ്. കാരണം അത് ടാർഗറ്റ് ചെയ്യുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഇവരെയൊക്കെ പോലെയുള്ള ആളുകളെ വെറുതെ വിട്ടാൽ കൂടുതൽ ആളുകൾ ആത്മാഭിമാനത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങും, ചോദ്യം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചോദ്യം ചെയ്യാൻ പാടില്ല, ഒരാൾ മുളയിലെ നുള്ളണം. സിസ്റ്റർ ലൂസിയുടെ അനുഭവം മറ്റ് സന്യസ്തർക്ക് ഒരു പാഠമാകണം എന്നല്ലേ സഭ ഉദ്ദേശിക്കുന്നുള്ളൂ? അല്ല, അത് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഏത് ഓർഗനൈസേഷനിലും ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും. ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ല, അച്ചടക്ക ലംഘനം നടത്തുന്നവരെയൊക്കെ ശിക്ഷിക്കുന്നത് വിലംഘിക്കുന്നവർക്ക് ഒരു പാഠമാകും. അതിനെന്താ തെറ്റ്? അങ്ങനെ ആവണമല്ലോ. വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പോലും അച്ചടക്ക ലംഘനമായി കാണുന്ന ഒരു വിയോജിപ്പല്ലല്ലോ ഇത്. അവരെ ഫോണിൽ പറയൂ, എന്നെ പറയാൻ അവരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ പറയണം, നമുക്ക് ഇന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞപ്പോൾ പോയില്ല. കത്ത് കൊടുത്തിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് പോയില്ല. ലാസ്റ്റ് ഇന്നലെ 9-ാം തീയതി ഹെഡ് ഓഫീസ് ആലുവ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ മാധ്യമങ്ങളോട് പറഞ്ഞ് പോയി ഒരു നോക്കട്ടെ, ഇവരെവിടാണോ ഇനി മര്യാദ കാണിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു തെറ്റിദ്ധാരണം പറഞ്ഞത്, അതായത് CMA ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചില അച്ഛന്മാർ മറ്റു ഡ്രസ്സുകൾ ഇടുന്നു, അങ്ങനെ ഇങ്ങനത്തൊക്കെ പറഞ്ഞു. ഇതിനകത്ത് എന്താണെന്നറിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അറിയില്ല എന്ന് ഒരു ആളുകളെ അത്തരത്തിലേക്ക് തെറ്റിദ്ധാരണ വരുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓരോ കോൺഗ്രിഗേഷന്റെയും ഭരണഘടന അനുസരിച്ചിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അതിന് വ്യത്യാസമുണ്ട്. ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഇവർ ഈ തോന്നിവാസം നൈറ്റി ഇട്ടോ ചുരിദാർ ഇട്ടോ ഈ സാധനത്തിനിടാൻ പാടില്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, FCCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. അതിനകത്ത് പറയട്ടെ, തോന്നിവാസം വേഷം ധരിച്ച് നടക്കാൻ അവർക്ക് കഴിയില്ല. അതേസമയം ഞാൻ പൂർത്തിയാക്കട്ടെ ചോദ്യം പറയൂ ഷൈജു. എനിക്കറിയാം ആടിനെ പട്ടിയാക്കണമെന്ന് ഷൈജു നിർബന്ധമാണ്. ഈ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം പുരോഹിതർ ഫുൾ ടൈം സഭാവസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമില്ല ചില കോൺഗ്രിഗേഷനിൽ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ചില ഇളവുകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ചില പുരോഹിതർ ഡ്രസ്സ് ഇടാൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ കൂദാശകൾ നിർവഹിക്കുന്ന സമയത്ത് ഏത് കോൺഗ്രിഗേഷനിലും എല്ലാ പുരോഹിതരും അവർ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവരുടേതായിട്ടുള്ള ചില സന്യാസി സമൂഹങ്ങളിൽ ഇവര് അത്തരം ദാരിദ്ര്യം എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നതാണ്. തീർച്ചയായും ഒരു ചുരിദാർ ഇടുന്നതാണോ ആഡംബരം? ആഡംബരം എന്നുള്ളതല്ല, അച്ചടക്ക ലംഘനം എന്ന് കാണാം. എന്നാൽ നാളെ മുതൽ ആ കന്യാസ്ത്രീകൾ മുഴുവൻ നൈറ്റി വിട്ട് ചുരിദാർ വിട്ട് അങ്ങനെ നടന്നു കാണണമെന്ന് യുക്തിവാദികൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. യുക്തിയൊന്നുമില്ല, അത് ഈ സഭയിൽ നടക്കില്ല എന്ന് മാത്രമേ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നുമല്ലല്ലോ. ചിട്ടയോടെ പോകുന്ന, വളരെ ചിട്ടയോട് പോകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ഇവർക്കാവില്ല, അങ്ങനെ നടക്കത്തില്ല. പിന്നെ ഇവരുടെ കവിതാ സമാഹരണത്തിന് ചോദിക്കുന്നറിയാമോ? എന്റെ ഒരു കവിതാ സമാഹരണത്തിന് പുറത്തിറക്കിയ 50,000 രൂപ ചെലവാക്കിയാണ് വലിയ തെറ്റ്. ഞാൻ കാറ് മേടിച്ചതിന് 4-5 ലക്ഷം രൂപ ചെലവാക്കിയാണ് തെറ്റ്. ഇതിനകത്ത് 7,000-ഓളം അംഗങ്ങളുണ്ട്. ബാക്കിയുള്ള അങ്ങനെ ചിന്തിക്കണമെന്ന് ഷൈജുൽ ആഗ്രഹമുണ്ട്. നശിക്കണം, ഈ സഭ നശിക്കണം. അവര് ജോലി എടുത്ത പൈസ കൊണ്ടാണല്ലോ. സാത്താന്റെ വക്കാലത്ത് കൊണ്ട് നടക്കുന്ന AMTക്കാർക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ അനുവദിക്കില്ല. അല്ല, ദയവേത് ഉണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം ഫ്രാൻസിസ് അസീസിയുടെ കാര്യമാണ് പുള്ളി പറഞ്ഞു തുടങ്ങിയത്. ഫ്രാൻസിസ് അസീസി ആയിരുന്നു സഭയിലെ ഏറ്റവും വലിയ വിപ്ലവകാരി. അന്നുണ്ടായിരുന്ന സകല കാര്യങ്ങളെയും തച്ചുടച്ചൊരു പുതിയ സംവിധാനത്തിന് രൂപം കൊടുത്തത് ഫ്രാൻസിസ് അസീസിയാണ്. ആ ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ ദാരിദ്ര്യവ്രതം.
ആ വ്രതം എടുത്തു. ഇനി അടുത്തൊരു കാര്യം, എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കാലഘട്ടത്തിൽ, അതായത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ, ഈ കേരളത്തിൽ പോലും കന്യാസ്ത്രീകളായിട്ട് സ്കൂളിൽ ജോലി ചെയ്യുന്നവർ അവർ കുട്ടികളെയും കൊണ്ട് ടൂറിന് പോകുമ്പോൾ മറ്റു വേഷത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ ചർച്ചയായിട്ടില്ല. ഇനി ഈ കേരളത്തിന് പുറത്തേക്ക് പോയാൽ അവിടെയെല്ലാം ഔദ്യോഗിക വേഷവും അനൗദ്യോഗിക വേഷവും കൃത്യമായിട്ട് സന്യസ്തർക്കുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം ഇതിനകത്ത് കന്യാസ്ത്രീമാർക്ക് അല്ലെങ്കിൽ സന്യസ്തർക്ക് ഒരു ഔദ്യോഗിക വേഷവും അല്ലാത്ത സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അനൗദ്യോഗിക വേഷവും ഇടാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ക്രിയാത്മകമായ ഒരു ചർച്ചയുണ്ടായാൽ അത് വളരെ നല്ല കാര്യം. പക്ഷേ FCC കോൺഗ്രിഗേഷനിൽ ഇങ്ങനെ മാത്രമേ വേഷമിടാവൂ എന്ന് നിബന്ധനയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു നിബന്ധന അങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ്റെ പത്രത്തിലുള്ളതായിട്ട് ഇതുവരെ എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് വായിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ അറിവിലില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ ഉടുപ്പിനകത്ത് മാത്രം ഔദ്യോഗികമായും അല്ലാത്തപ്പോഴും എല്ലാം ഒരേ വേഷം ധരിക്കുന്ന ഒരേ ഒരു കൂട്ടർ സന്യസ്തരാണ്. അവർക്ക് ഔദ്യോഗികമായ സമയത്ത് ഒരു വേഷം ധരിക്കാനും അനൗദ്യോഗികമായ സമയത്ത് ഒരു വേഷവിധാനത്തിനൊരു ചിട്ടയുണ്ടാകാനും അങ്ങനെ ഒരു വേഷം ധരിക്കുന്നതിനും തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏത് തരത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതൊന്നും അല്ല അഭിലാഷ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ബിഷപ്പ് ഫ്രാങ്കോ തന്നെയാണ്. ബിഷപ്പ് ഫ്രാങ്കോയും ഇപ്പോൾ നടക്കുന്ന സിനഡിനകത്ത് ഭൂമി കുംഭകോണവുമായി നടക്കുന്ന വലിയ വിവാദങ്ങളുമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ആ സാധനത്തിനെ പുറത്തു കൊണ്ടുവരാതിരിക്കുക, ആ സാധനത്തിനെ ചർച്ചയിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ദീപിക പോലെ ഒരു പത്രത്തിൽ ഇത്രയും വലിയൊരു വാർത്ത ഉണ്ടാക്കുന്നത്. ഒരാവശ്യമുള്ള കാര്യമല്ല. ശരി, ഞാൻ ചോദിക്കട്ടെ, എത്രയോ കന്യാസ്ത്രീമാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു, എത്രയോ വൈദികർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ദീപിക ഇതുവരെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ദീപിക എഴുതാൻ കാരണം? അതിൻ്റെ കാരണം ഇതാണ്. കത്തോലിക്ക സഭയുടെ അകത്ത് കാനൻ നിയമം പറയുന്നത്, കാനൻ നിയമവും സഭ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒരേ സമയത്ത് വന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നാണ് കാനൻ നിയമം പറയുക. അതേ സമയത്ത് ഒരു താലിബാൻ പോലെ മതനിയമങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. 1962 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വന്നതാണ്. ആ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങിയ സമയത്ത് മാർപ്പാപ്പ ജനലുകൾ തുറന്നു വിട്ടിട്ട് ആധുനിക ലോകത്തോട് സഭ അനുരൂപപ്പെടട്ടെ എന്നാണ് പറഞ്ഞത്. ശരി, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, അങ്ങനെ കാലത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് സിസ്റ്റർ ലൂസി എനിക്ക് ഒരിക്കൽ കൂടി ലഭ്യമാകുന്നുണ്ട്. സിസ്റ്റർ ലൂസി, നോക്കൂ, ഇന്ന് ദീപിക പത്രത്തിൽ പുറത്തിറക്കിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് സന്യാസ വ്രതങ്ങളുടെ തുടർച്ചയായ ലംഘനം, തിരുത്തലുകൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യം, ഇത് രണ്ടും ഗൗരവമായ നടപടിക്രമങ്ങളിലേക്ക് നയിക്കുകയും സഭാ നിയമപ്രകാരം പ്രസ്തുത വ്യക്തി സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും എന്നാണ്. അതായത് സഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുന്നോടിയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ ലേഖനത്തിൽ. സഭ പുറത്താക്കിയാൽ എന്ത് ചെയ്യും? സഭ, ഞാൻ ഇത്രയും കാലം ജീവിച്ച എൻ്റെ ഭവനത്തിൽ നിന്ന്, ഞാൻ സന്യാസ ഭവനത്തിൽ നിന്ന്, ഞാൻ ഇപ്പോഴും സംതൃപ്തിയോടെ ജീവിക്കുന്ന എൻ്റെ സന്യാസ ഭവനത്തിൽ നിന്ന് അവർക്ക് തോന്നിയ ചില കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ഞാൻ അനുസരണവ്രതം ലംഘിക്കുന്നു അല്ലെങ്കിൽ ദാരിദ്ര്യവ്രതം ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കാൻ അങ്ങനെ കഴിയുമോ? അങ്ങനെ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ അച്ചടക്ക നടപടികൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് സ്വീകരിക്കുമോ? അതായത് ഇപ്പോൾ മാപ്പ് പറഞ്ഞോ അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള നടപടികൾക്ക്, സഭ നിർദ്ദേശിക്കുന്ന നടപടികൾക്ക് വഴങ്ങുമോ, അത് അംഗീകരിക്കുമോ? അത് നോക്കാൻ നമുക്ക് ഏത് തരത്തിലുള്ള നടപടിയാണ് അവർ കൈക്കൊള്ളുന്നത് കാണേണ്ടിയിരിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്തവരെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും ഔട്ടാക്കുകയും ചെയ്യുന്ന രീതി നിയമപരമായി നമുക്ക് നേരിടേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലുണ്ടോ? കാരണം എറണാകുളത്തെ വിഷയത്തിലടക്കം കന്യാസ്ത്രീമാർക്കായാലും അതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള പുരോഹിതർക്കായാലും കുറെ കൂടി സംഘബലം ഉണ്ടായിരുന്നു, കൂടുതൽ ആളുകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ സിസ്റ്ററിനെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഒരു പിന്തുണ എവിടെ നിന്നെങ്കിലും ഉണ്ടോ, അതോ തനിച്ചാണോ? ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. പിന്നെ പൊതുസമൂഹം കൂടെ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലുള്ള അവരുടെ സപ്പോർട്ടും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട്
ഏതെങ്കിലും ഒരു സംഘടന എന്നോട് വന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ പൊതുസമൂഹം എന്നോടൊപ്പമുണ്ട്. പക്ഷേ അവർക്ക് എന്നെ ഏത് കാര്യത്തിലൂടെയാണ് സഹായിക്കാൻ പറ്റുക എന്നുള്ളതും എനിക്ക് അജ്ഞാതമാണ്. എന്നാലും ഞാൻ ഭയപ്പെടുന്നൊന്നുമില്ല. എനിക്ക് ഭയപ്പെടാൻ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണുന്നുമില്ല. ഇടവകയിലെ വിശ്വാസികളുടെ കാര്യമോ? നേരത്തെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തിരികെ അവിടേക്ക് പോയപ്പോൾ മതാധ്യാപിക എന്നുള്ള നിലയിൽ, വേദപാഠ അധ്യാപിക എന്നുള്ള നിലയിൽ ചില അച്ചടക്ക നടപടികളുടെ ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ നടപടിയെടുക്കാൻ തുനിഞ്ഞിരുന്നു. എന്നാൽ ഇടവക വിശ്വാസികൾ തന്നെ ഇടപെട്ട് ആ നടപടി മരവിപ്പിക്കുകയും വീണ്ടും ജോലിയിലേക്ക് വരികയും ഒക്കെയാണ് ചെയ്തത്. അന്ന് വിശ്വാസികളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടവകക്കാർ എന്തു പറയുന്നു? അവരുടെ പിന്തുണയുണ്ടോ? അങ്ങനെ പ്രത്യക്ഷമായിട്ടിപ്പം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ സഹായിക്കാൻ, അവരുടെ ആവശ്യം അറിയാൻ. എങ്കിലും പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററിന് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞങ്ങൾ കാത്തുകൊള്ളും എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അല്ലാതെ പരസ്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഇടവകയിലെ മതാധ്യാപകർ എന്ന നിലയിലുള്ള അധ്യാപകർ എനിക്ക് ഇപ്പോഴും എതിര് തന്നെയാണുള്ളത്. മതാധ്യാപകർ അങ്ങനെ എന്നോട് കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിക്കുകയും ചെയ്തു, സ്റ്റാഫ് മീറ്റിംഗ് എന്ന രൂപത്തിൽ. വളരെ മോശമായിട്ട് തന്നെ എൻ്റെ രീതി വളരെ മോശമാണ് എന്ന് ഇപ്പോൾ ആ ലേഖനത്തിൽ കണ്ട് പറയുന്നത് പോലെ തന്നെ അവരെന്നെ വിമർശിക്കുകയും എന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത് സംസാരിച്ചു. പക്ഷേ എൻ്റെ ഇടവകയും ഞാനിപ്പോൾ വേദോടെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കുടുംബാംഗങ്ങളോ? നേരത്തെ ഇവിടെ സമരം നടത്തിയിട്ടുള്ള, എറണാകുളത്തെ സമരം നടത്തിയിട്ടുള്ള സിസ്റ്റർമാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു, സിസ്റ്റർ അനുപമ അടക്കമുള്ള ആളുകൾക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ കുടുംബാംഗങ്ങൾ സിസ്റ്റർ ലൂസിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? കുടുംബാംഗങ്ങൾ ഇതുവരെ സത്യം ചെയ്യിക്കട്ടെ, സത്യത്തിൻ്റെ കൂടത്തിൽ നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്കും തന്നിട്ടുള്ളത്. ഇതുവരെ അവരെ പ്രത്യേകിച്ച് എന്നെ പിന്മാറാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് അമ്മയ്ക്കൊരു സങ്കടം വന്നു. ഇപ്പോഴും ഈ കൊച്ചിനെ ഇട്ട് വിഷമിപ്പിക്കുകയാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ. പിന്നീട് അതിന് ശേഷം കേട്ട ചർച്ചയൊക്കെ വന്നപ്പോഴും അമ്മയ്ക്ക് മനസ്സിലായി എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ അമ്മ സന്തോഷവതിയായി എന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് അറിഞ്ഞത്. പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ആര് കൂട്ടുണ്ട് കൂട്ടില്ല എന്ന് നോക്കി ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആശയത്തെ നശിപ്പിച്ചിട്ടില്ല, ഒരു ആദർശത്തെ. നമ്മൾ മനഃപൂർവ്വം ആരെ ദ്രോഹിക്കുന്നില്ല, ശരിയായിട്ട് കാണുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുള്ള ഒരു ധാർമ്മികമായ ധൈര്യം മനസ്സിലിപ്പോഴും സൂക്ഷിക്കുന്നു. ഇനി ഒരു ചാൻസും കൂടി കിട്ടിയാൽ, അതായത് സഭ ഒരു ഖേദപ്രകടനം നടത്തിയാൽ, മാപ്പ് പറഞ്ഞാൽ ഇത് പൊറുക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നാലോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? മാപ്പ് പറയാൻ എന്നോടല്ലേ പറയണ്ടേ? ഞാൻ വർഷങ്ങളായിട്ട് ഒരു പുസ്തകം ചെയ്യാൻ, ഞാൻ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ സഭയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ആ പുസ്തകം ചെയ്യാൻ എന്നെ നിഷേധിച്ച് അവരല്ലേ എന്നോട് മാപ്പ് പറയണ്ടേ? പിന്നെ എനിക്ക് നമുക്ക് സന്യാസ സഭയിൽ പിന്നെ വേറെ പുറത്ത് പോയി വല്ലവരുടെയും കൈ നീട്ടേണ്ട കാര്യമുണ്ടോ? അതില്ലാത്തത് കൊണ്ടാണ്. കൈ നീട്ടിയാൽ ചിലപ്പം തരും. അങ്ങനെ കൈ നീട്ടിയാൽ നമ്മൾ ചിലരുടെയൊക്കെ അടിമകളായി മാറേണ്ടി വരും. നമുക്ക് ചിലപ്പം പണം തരാൻ ആൾക്കാർ കാണും, പക്ഷേ ആ പണം തരുന്നതിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ അവരുടെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും, പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരുടെ ഇഷ്ടത്തിന് ഞാൻ തന്നതല്ലേ, അതുകൊണ്ട് സിസ്റ്റർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക്. ഞാൻ എൻ്റെ സന്യാസ സഭയിലല്ല വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് പണം കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പോൾ എനിക്ക് നിഷേധിച്ചതിന് അവരാണ് എന്നോട് ഉത്തരം പറയേണ്ടതും ഏത് ചൈതന്യത്തിൻ്റെ പേരിലാണ് നിഷേധിച്ചതെന്ന് എന്നെ അറിയിക്കേണ്ടതും. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തുടർച്ചയായിട്ട് 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. ഇതുവരെ ഞാൻ ലോൺ അടച്ച് തീർത്തിട്ടില്ല. ലോൺ അടച്ച് തീർത്ത് കഴിയുമ്പം ഇത്തരം ഒരു സാഹചര്യം വന്നിരിക്കുന്നതുകൊണ്ട് ഇനി പണം കൈമാറുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. ഏതായാലും നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ നിലപാടെന്താ എടുത്തിരിക്കുന്നത്? ഞാൻ സമരപ്പന്തലിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും സംസാരിക്കേണ്ടി വന്നതും ഒക്കെ ഒരു നിമിത്തമാണത്. സിസ്റ്റേഴ്സ് എല്ലാവരും അവഹേളിച്ച സമയത്ത്, ആരും പരിഗണിക്കാത്ത സമയത്ത്, കത്തോലിക്ക സഭ മുഴുവൻ ആ സിസ്റ്റേഴ്സിനെ, ആ തെരുവിലിരിക്കുന്ന സിസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തിയ സമയത്ത് ഞാൻ പോയതിൽ ഞാൻ എന്തിനു ഖേദിക്കുന്നു? ഞാൻ ആരോട് മാപ്പ് പറയണം? അത് തെറ്റായി കാണുന്നവർ ആ ചിന്ത മാറ്റട്ടെ എന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. പിന്നെ എന്നെ ചില തീരുമാനങ്ങളിലേക്ക്, എൻ്റെ വ്യക്തിപരമായ ചില തീരുമാനങ്ങളിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ എത്തിച്ചതിന് പിന്നിലെ കാരണക്കാർ അതിന് പരിഹാരം പറയണം, എന്തുകൊണ്ട് എന്നെ എത്തിച്ചു. അല്ലാണ്ട് ഞാൻ വെറുതെ ഇന്നും നല്ല നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ
ഇറങ്ങേണ്ടി വന്ന മദർ തെരേസയെ പോലെ ഇറങ്ങാൻ ഞാൻ തയ്യാറാണ്. 5 രൂപ കൊണ്ടാണ് മദർ തെരേസ ഇറങ്ങിയത്. അതുപോലെ ഇറങ്ങണമെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ ഇറക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് അതിനുള്ള കാരണങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയേണ്ടി വരും. അല്ലാണ്ട് വെറുതെ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങാൻ തയ്യാറല്ല. വ്യക്തമാണ്. സിസ്റ്റർ ജസ്മി, ഒരു കന്യാസ്ത്രീയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ ഇറക്കി വിടപ്പെടും, അവർ അരക്ഷിതയാണ് എന്നൊരവസ്ഥ ഇപ്പോൾ താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? അത് ഞാൻ ഒരിക്കലും അരക്ഷിത എന്ന് പറയില്ല. ആ സിസ്റ്റർ ഒരു ആദർശത്തിന് വേണ്ടി ദൈവത്തിന്റെ കൂടെ ദൈവം ആവശ്യപ്പെടുന്നത് ചെയ്യുന്ന ഒരു ഉറച്ച ബോധ്യത്തോടെ നിൽക്കുന്ന സിസ്റ്റർ അരക്ഷിത അവസ്ഥയിലല്ല, സുരക്ഷിതയാണ്. സിസ്റ്റർ പുറത്തിറങ്ങിയാലും സിസ്റ്റർ പിന്താങ്ങാൻ ഒരുപാട് നന്മ ചെയ്യുന്ന, നന്മ ആഗ്രഹിക്കുന്ന, സുവിശേഷ ആദർശങ്ങൾ പുലരാൻ ആഗ്രഹിക്കുന്നവർ സിസ്റ്ററിന് കൂട്ടുണ്ടാകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റർ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനുള്ളിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം സിസ്റ്റർ നിൽക്കാൻ പറ്റുന്നില്ല, ഒന്നുകിൽ സ്വയം പുറത്തു വരേണ്ട ഒരു ഗതികേടിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ പുറത്തിറങ്ങുക. ഇവിടെ സമൂഹം, നന്മ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് പുറത്ത്. നമ്മൾ അത് അകത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. പക്ഷെ പുറത്തിറങ്ങിയ ഞാൻ കണ്ടെത്തി അകത്തുള്ളതിനേക്കാൾ ഒരുപാട് നന്മ മനസ്സിലാക്കുന്ന, നന്മ ചെയ്യുന്ന ഒരു സമൂഹം പുറത്തുണ്ട്. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. സിസ്റ്ററിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സിസ്റ്റർ ഇപ്പോഴും തകർന്നിട്ടില്ല, തളർന്നിട്ടില്ല. അത് തന്നെ ദൈവം സിസ്റ്ററിന്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ പ്രത്യക്ഷ അടയാളമാണ്. ആരൊക്കെ സിസ്റ്റർ ഉപദ്രവിക്കാൻ നോക്കിയാലും, ശിക്ഷിക്കാൻ നോക്കിയാലും, മുകളിലുള്ള ഒരു തമ്പുരാൻ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു തമ്പുരാൻ സിസ്റ്റർക്ക് ഇപ്പോഴും ശക്തി പകരുന്നുണ്ട്. അത് തന്നെ ഒരു വിജയത്തിന്റെ അടയാളമല്ലേ? ഇനി എന്തിനാണ് സിസ്റ്റർ ഭയപ്പെടേണ്ടത്? സിസ്റ്റർ അകത്തുണ്ടെങ്കിലും ഭയപ്പെടേണ്ട, പുറത്തിറങ്ങിയാലും ഭയപ്പെടേണ്ട. നന്മ ചെയ്യുന്ന ഒരു സമൂഹം സിസ്റ്ററുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ശരി, വ്യക്തമാണ്. പക്ഷേ ഷൈജു ആന്റണി, ഒന്ന് ഇപ്പോൾ ഈ ചുരിദാർ ഇട്ടതിന്റെ പേരിലോ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന്റെ പേരിലോ ഒന്നുമല്ല, നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അവർക്കിപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു പക്ഷേ ഉണ്ടാകുന്നത്. നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമോ, പിന്തുണയ്ക്കുമോ? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു നിലപാട് എടുക്കാനേ പറ്റില്ല അഭിലാഷ്. ഇതൊരു ഭയം മാത്രമാണ്, ഭയപ്പെടുത്തൽ മാത്രമാണ്. ചോദിക്കട്ടെ, ഈ എഴുതിയ ലേഖനകർത്താവിന് എങ്ങനെ അറിയാം ഇത് സഭയിൽ നിന്ന് പുറത്താക്കാനുള്ളതിൻ്റെ മുന്നോടിയാണെന്ന്? അദ്ദേഹത്തോട് സഭയുടെ മേലധ്യക്ഷന്മാർ സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലേഖനം എഴുതാൻ കാരണം? ഇത് മുന്നോടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സന്യസ്തയെ ആ സന്യാസ സഭയിലേക്ക് എടുക്കുന്ന സമയത്ത് സന്യസ്ത ഇങ്ങോട്ട് വ്രതം കൊടുക്കുമ്പോൾ ആ സഭ എങ്ങനെയായിരിക്കുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും സഭ തിരിച്ചും പറയുന്നുണ്ട്. ഒരു വശത്തേക്ക് മാത്രമല്ല, അതിന് തിരിച്ചിപ്പുറത്തേക്കുമുണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് തിരിച്ചു പറഞ്ഞ കാര്യങ്ങളും ചെയ്തു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത കത്തോലിക്ക സഭയ്ക്കുണ്ട്, ആ സന്യാസ സഭയ്ക്കുണ്ട്. ഏത് സന്യാസ സഭയാണെങ്കിലും ഇന്നതെന്നുള്ളതല്ല. ഇത് ഒരു പുതിയ ചിന്ത. കുറേ പഴഞ്ചൻ ആളുകളുണ്ട്. ഇപ്പോൾ കെന്നഡിയെ പോലെയുള്ള ആളുകൾ അവർ ദൈവത്തെ സംരക്ഷിക്കുകയാണ്. ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതാണ് വ്യത്യാസം. ശരി, അവിടെ ശ്രീ കെന്നഡി, ഇത് കേരളം പോലൊരു സമൂഹമല്ലേ? നിങ്ങളിപ്പോൾ വലിയ കുറേ ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ അങ്ങനെയൊക്കെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ അതൊക്കെ നടക്കുമോ? അതിനകത്ത് ഈ ഒരു സഭയുടെ രീതികൾ ഇപ്പം ഷൈജുവിനും അറിയാം. ഷൈജു തന്നെ മുമ്പേ ഇരുന്ന് പറഞ്ഞു, എത്രയോ കന്യാസ്ത്രീകൾ പുറത്തുപോയി, എത്രയോ പുരോഹിതരെ സഭ പുറത്താക്കി. ഇപ്പോൾ ഈ ദീപിയിൽ വന്നിരിക്കുന്ന ഇതിനകത്ത് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ ഷൈജു പറഞ്ഞു എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കൊടുത്തിരിക്കുന്ന കത്ത് എന്തിനാണെന്ന്. കൊടുത്ത കത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഫസ്റ്റ് വാർണിംഗ് ലെറ്റർ എന്നാണ്, അല്ല താമ്രപത്രമല്ല കൊടുത്തത്. അവർക്ക് മുന്നറിയിപ്പ് തന്നെയാ കൊടുത്തിരിക്കുന്നത്. കളവ് പറയണ്ട. ഇനി ഉപദേഷ്ടാക്കളെല്ലാം കൂടെ ആ ഇത്രയും കാലം തിരുവസ്ത്രം വിട്ട് നടന്ന ആ പാവം ആ കന്യാസ്ത്രീയെ വഴിയിലിറക്കും. ഇപ്പൊ ജസ്മീൻ കൊടുക്കുന്ന ഉപദേശം ശരിയല്ല. അവർ എന്താണെന്നറിയാമോ, ഞങ്ങളുടെ ഒരു ക്രിസ്തീയ ഇതിനകത്തെ രീതികൾ അനുസരിച്ചിട്ട് അവർ സഭയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ സാധാരണ വിളിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? സങ്കടത്തോടെ പറയട്ടെ, മടഞ്ചാടി എന്നാ പറയുക. ആ ബാക്കി കുടുംബാംഗങ്ങളെ, ബാക്കി കുടുംബത്തിന്റെ ബന്ധങ്ങളെ എല്ലാവർക്കും നാണക്കേടായി. എന്നാ പിന്നെ എന്താ സിസ്റ്റർ അനുപമയും കൂടെയുള്ള സിസ്റ്റർമാരെയും പുറത്താക്കാത്തത്? ധൈര്യമുണ്ടോ സഭയ്ക്ക്? ധൈര്യമുണ്ടോ? ഇല്ലല്ലോ, നടക്കില്ല. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ പുറത്തു പോയിട്ട് സഭയ്ക്കെതിരെ കേസ് പറഞ്ഞു കിടന്നു. അല്ല, സ്വമേധയാ പുറത്തു പോകുന്നതും പുറത്താക്കുന്നതും രണ്ടാണ്. പുരോഹിതനായിട്ട് അത് പുറത്തു പോയതിനു ശേഷമാണല്ലോ.
തെണ്ടിത്തിരിഞ്ഞ് നടപ്പുണ്ട്. ഇപ്പൊ ചെലവിന് കൊടുക്കുന്ന ആരാന്നറിയോ? പുരോഹിതരെ സംഘടിച്ചിട്ടാ. അങ്ങനെയല്ല, ശരിയായ ഉപദേശം കൊടുക്കണം. അവര് മാപ്പ് പറയാൻ ഇപ്പൊ അഭിലാഷ് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ച അവര് വീണ്ടും ആ ഒരു നല്ലൊരു ചോദ്യമാണ് അഭിലാഷ് ചോദിച്ചത്. കാരണം വളരെ പക്വതയോടെ ശരിയായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇനിയെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കുമെന്ന് നോക്കിയപ്പോ അവര് പിന്നെ പറയുന്നത് അവരൊക്കെ എന്നോട് മാപ്പ് പറയട്ടെ. ഇത് തന്നെയാണ് മുമ്പേ പറഞ്ഞ ഭ്രാന്താശുപത്രിയിലെ സ്ഥിതിയാണ്. ബാക്കി എല്ലാവർക്കും ഭ്രാന്ത്, എനിക്കില്ല. സന്തോഷം, ഒന്നും പറയാനില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെങ്കിലും ഒരിക്കൽ കന്നഡി ഇത്രയും കാലമായിട്ട് ഇവിടെ ഇരുന്ന് ഒരു 10-25 വൈദികരെ പുറത്താക്കി, ഒരു കുറേ കന്യാസ്ത്രീകളെ പുറത്താക്കി, ചാനലിൽ വന്നിരുന്നാ പുറത്താക്കണേ. ഇന്ന് വരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഷൈജു ആണ് ഇപ്പൊ പറഞ്ഞ ഒരുപാട് പേര് പുറത്തായിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് പലർക്കും എതിരെ നടപടി എടുത്തിട്ടുള്ളതാണ്. നടപടി എന്ന് പറഞ്ഞാൽ പുറത്താകലല്ല, ഒരു കന്യാസ്ത്രീ സഭയുടെ ഭാഗമായിരിക്കുന്നു, ഒരുപാട് വ്യത്യാസം. പുറത്താക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് കേരളമല്ലേ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് സിസ്റ്റർ ലൂസി, സിസ്റ്റർ ജസ്മി, ഷൈജു ആന്റണി, ശ്രീ കെന്നഡി കരിമ്പുംകാലായി.